പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 5, തിരുവചനങ്ങൾ 1 മുതൽ 14 വരെ. സിംഹാസനസ്ഥൻ്റെ വലതുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായൊരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യരായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർക്കാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണക്കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവർ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും ആയിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലും ഉള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം ഭാഗം സ്വർഗീയ ദർശനം നമ്മൾ പഠന വിഷയമാക്കുകയാണ്. ഈ സ്വർഗീയ ദർശനത്തിൻ്റെ ആദ്യ ഭാഗം 4-ാമത്തെ അധ്യായത്തിൽ സിംഹാസനസ്ഥനായ ദൈവത്തെ അവതരിപ്പിച്ചു. ആ ദൈവത്തിന് സൃഷ്ടികർമ്മത്തിൻ്റെ പേരിൽ അർപ്പിക്കുന്ന ആരാധനയും ചിത്രീകരിച്ചു കഴിഞ്ഞു. 2-ാമത്തെ ഭാഗം ഈ സിംഹാസനസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിലുള്ള ഒരു ചുരുളും ആ ചുരുൾ സ്വീകരിക്കുന്ന കുഞ്ഞാടും വിഷയമായി ചിത്രീകരിക്കുന്നതാണ്. സ്വർഗീയ ദർശനം ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് പ്രപഞ്ചം മുഴുവനും എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അതോടൊപ്പം പ്രപഞ്ചം മുഴുവനും ദൈവത്തെ ആരാധിക്കുന്നതായും ഇവിടെ ചിത്രീകരിക്കുന്നു. നമുക്ക് ഈ 2-ാം ഭാഗത്തിലൂടെ വിശദമായി കടന്നു പോകാം. സിംഹാസനസ്ഥൻ്റെ വലത്തുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. പുസ്തക ചുരുൾ സ്ക്രോൾ എന്ന് പറയും. ഇത് പപ്പീറസ് കൊണ്ടുണ്ടാക്കുന്ന സ്ക്രോളാണ്. പണ്ട് കോഡെക്സ് ഫോമിൽ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ രൂപത്തിലാകുന്നതിന് മുൻപേ പണ്ടൊക്കെ എഴുതിയിരുന്നത് നീളമുള്ള ചുരുളുകളിൽ ആ ചുരുൾ എഴുതുകയും പപ്പീറസ് കടലാസ് പല കഷ്ണങ്ങൾ ഒരുമിച്ച് ഒട്ടിച്ച് ചേർത്ത് അവ 2 അറ്റത്തും റോളറുകൾ അല്ലെങ്കിൽ വടികൾ പിടിപ്പിച്ച് ആ വടിയിൽ പിടിപ്പിച്ച കടലാസ് ചുരുട്ടി ആണ് എടുക്കുക. അത് ചുരുൾ നിവർത്തുമ്പോഴാണ് വായിക്കാൻ സാധിക്കുക. ഏകദേശം 10 മീറ്റർ ആയിരിക്കും മാക്സിമം ഒരു ചുരുളിൻ്റെ നീളം. ഏതാണ്ട് 35 സെൻറ്റിമീറ്റർ വീതിയുള്ള ചുരുൾ, 10 സെൻറ്റിമീറ്ററോളം നീളമുള്ള ചുരുൾ. ഈ ചുരുളാണ് സാധാരണഗതിയിൽ ചുരുട്ടിയാണ് വെക്കുക. അത് വായിക്കണമെന്നുണ്ടെങ്കിൽ നിവർത്തണം. ഇനി പുസ്തകത്തിൻ്റെ ആ ചുരുളിനെക്കുറിച്ച് പറയുന്ന അകത്തും പുറത്തും എഴുതപ്പെട്ടതാണ്. ഇവിടെ ചുരുളിൻ്റെ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ ഈ ചുരുളിൽ ഉൾക്കൊള്ളുന്നു എന്ന സൂചനയുണ്ട്. 2-ാമത്തെ പ്രത്യേകത, ഈ ചുരുൾ മുദ്ര വെച്ചതാണ്. 7 മുദ്രകൾ വെച്ച് ഭദ്രമാക്കിയതാണ് ഈ ചുരുൾ.
ആ മുദ്രകൾ തുറന്നെങ്കിൽ മാത്രമേ ചുരുളിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. റോമൻ പൗരന്മാർ, പ്രഭുക്കന്മാർ തങ്ങളുടെ വിൽപത്രം എഴുതി കഴിയുമ്പോൾ ആ വിൽപത്രം ഒരു ചുരുളിൽ എഴുതി ആ ചുരുൾ ചുരുട്ടി അതിന് മുദ്ര വയ്ക്കും. സാക്ഷികളാണ് തങ്ങളുടെ മുദ്രമോതിരം കൊണ്ട് ഈ ചുരുളിന് മുദ്ര വയ്ക്കുന്നത്. ഇനി വിൽപത്രം എഴുതിയ ആൾ മരിച്ചു കഴിയുമ്പോൾ ഈ വിൽപത്രത്തിന് മുകളിൽ മുദ്ര കുത്തിയ സാക്ഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ആ മുദ്ര അഴിക്കുകയും ചുരുൾ തുറന്ന് ആ ചുരുളിലുള്ള കാര്യങ്ങൾ വായിച്ച് നടപ്പിലാക്കുകയും ചെയ്യാൻ കഴിയൂ. അപ്പോൾ മുദ്ര വെച്ച ചുരുൾ, അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന വസ്തുതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഭുവിൻ്റെ വിൽപത്രം പോലെ ഇവിടെ ഒരു പ്രഭുവിൻ്റെ വിൽപത്രമല്ല, ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. രക്ഷയെ സംബന്ധിച്ച്, പ്രപഞ്ച രക്ഷയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ചുരുളിലുള്ളത്. പക്ഷേ ഈ ചുരുൾ നിവർത്തിയെങ്കിൽ മാത്രമേ ആ രക്ഷാപദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ. 7 മുദ്രകൾ വെച്ച് ഭദ്രമാക്കിയ ചുരുൾ അത് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. അത് സ്വീകരിക്കാനോ അത് നടപ്പിലാക്കാനോ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് തുടർന്ന് കാണുക. ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായൊരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹത ഉള്ള ആരുണ്ട്? ആർക്ക് കഴിയും ഇതിൻ്റെ മുദ്രകൾ തുറക്കാനും ഈ ചുരുൾ നിവർത്താനും? ആർക്ക് കഴിയും? അതിനുള്ള അധികാരം, അതിനുള്ള യോഗ്യത ആർക്കാണുള്ളത്? ചുരുക്കത്തിൽ രക്ഷാകര പദ്ധതി നടപ്പിലാക്കാൻ, പാപിയായ മനുഷ്യന് ഈ ഭൂമിയിൽ രക്ഷ നൽകാൻ ആർക്കു കഴിയും? രക്ഷാപദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി ആർക്കാണ് നടപ്പിലാക്കാൻ സാധിക്കുക? ദൂതൻ്റെ ശബ്ദത്തിന് മറുപടി കണ്ണീരാണ്. എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. സ്വർഗം, ഭൂമി, ഭൂമിക്കടി, അന്നത്തെ പ്രപഞ്ച സങ്കല്പം ഇതാണ്. പലക പോലെ പരന്ന ഭൂമി, ആ ഭൂമിയുടെ മുകളിൽ വിതാനമായി വിരിച്ചു നിർത്തിയിരിക്കുന്ന ആകാശം, ആകാശത്തിന് മുകളിലാണ് സ്വർഗം, ആകാശത്തിന് മുകളിൽ വെള്ളം, വെള്ളത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗം. അപ്പോൾ മുകളിൽ സ്വർഗം, ആകാശം, ഭൂമി, ഭൂമിക്കടിയിലാണ് പാതാളം. എല്ലാ മരിച്ചവരും കഴിയുന്നത് അവിടെയാണ്. എല്ലാ അശുദ്ധാത്മാക്കളും കഴിയുന്നത് പാതാളത്തിലാണ്. അപ്പോൾ ആകാശം, ഭൂമി, പാതാളം, സ്വർഗം, ഭൂമി, പാതാളം എന്നിങ്ങനെ 3 തട്ടുകളായി തിരിച്ചാണ് പ്രപഞ്ചത്തെ അന്ന് സങ്കല്പിച്ചിരുന്നത്. അന്നത്തെ ഒരു പ്രാപഞ്ചിക സങ്കല്പം എന്നേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. ഇപ്പോൾ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന് മുകളും താഴെയുമല്ല, തികച്ചും വ്യത്യസ്തമായ ഘടനയാണുള്ളതെന്ന് ശാസ്ത്രം ഇന്ന് തെളിയിക്കുന്നുണ്ട്. ഭൂമി പരന്ന ഒരു പലകയല്ല, ഒരു ഗോളമാണ്. ഈ ഗോളം ഒരിടത്തും ഉറച്ചു നിൽക്കുന്നില്ല, ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ മുഴുവനും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളുടെ ഒരു സമാഹാരമാണുള്ളത്. അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടല്ല, അന്നത്തെ പ്രാകൃതമായൊരു കാഴ്ചപ്പാട്, നിലവിലുന്ന കാഴ്ചപ്പാടനുസരിച്ചാണ് സ്വർഗത്തെക്കുറിച്ച് പറയുക. കാഴ്ചപ്പാട് എന്താണെങ്കിലും അർത്ഥമാക്കുന്നതാണ് ദൈവത്തിൻ്റെ മേഖല അത് മുകളിലാണെന്ന് പറയുമ്പോൾ മനുഷ്യനേക്കാൾ ഉന്നതമാണ്, മനുഷ്യന് അപ്രാപ്യമായൊരു മേഖല എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും, യാതൊരു സൃഷ്ടവസ്തുക്കൾക്കും, സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിക്കും ഈ ചുരുൾ നിവർത്താനുള്ള യോഗ്യത ഉള്ളതായി കാണപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യരക്ഷ യാഥാർത്ഥ്യമാക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. എല്ലാ മനുഷ്യരും പാപത്തിന് അധീനമായി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജനത്തിൻ്റെ മുഴുവനും ദുഃഖവും കണ്ണീരും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദർശനം ലഭിക്കുന്ന യോഹന്നാൻ കരയുന്നത്. ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. ഇതൊരു വ്യക്തിയുടെ മാത്രം കണ്ണീരല്ല, രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന പ്രപഞ്ചത്തിന് മുഴുവനും കണ്ണീരാണ്. ഇന്നും ഈ കണ്ണീർ ഒഴുകുന്നുണ്ട്. പൂർണ്ണമായ രക്ഷ ഇനിയും ലഭിച്ചിട്ടില്ലാത്തതിനാൽ സൃഷ്ടവസ്തുക്കൾ മുഴുവനും, സൃഷ്ടപ്രപഞ്ചം മുഴുവനും തങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്നുവെന്ന് റോമക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഞാൻ ദീർഘമായി കരഞ്ഞു. അപ്പോഴിത് രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മുഴുവനും പ്രതിനിധിയായിട്ടാണ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഇവിടെ കരയുന്ന യോഹന്നാൻ ഗ്രന്ഥകാരൻ. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. കരയുന്നവരോട് കരയാതിരിക്കൂ എന്ന് പറയാൻ എപ്പോഴും നമുക്ക് തോന്നും, അതൊരു മാനുഷികമായ പ്രവണതയാണ്. പക്ഷേ കരയുന്നവരോട് കരയാതിരിക്കൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ണീരിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ സാധിക്കണം. ഇവിടെ കണ്ണീരിൻ്റെ കാരണം ഇതായിരുന്നു, ഈ ചുരുൾ നിവർത്താൻ യോഗ്യതയുള്ള ആരും ഇല്ല എന്നതായിരുന്നു. ചുരുൾ
അത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ് മനുഷ്യരക്ഷ. പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷയെ ഉൾക്കൊള്ളുന്നതാണ് ഈ ചുരുൾ നിവർത്തുക എന്ന പ്രവൃത്തി. അത് ചെയ്യാൻ ആർക്കും സാധ്യമല്ല, ആർക്കും യോഗ്യതയില്ല എന്ന അറിവാണ് കണ്ണീരിന് കാരണമായത്. ഇപ്പോൾ യോഗ്യതയുള്ള ഒരാൾ ഉണ്ട് എന്ന് ശ്രേഷ്ഠൻ പറയുകയാണ്. ആരാണ് ഈ യോഗ്യതയുള്ളവൻ? യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും. യേശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും എന്ന് പറയുന്നുണ്ട്. വരാൻ പോകുന്ന രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ വേര് ജെസയാണ്. ജെസയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മുള, ഒരു ശാഖ, മിശിഹായെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണിത്. യൂദാവംശത്തിലെ സിംഹം, യാക്കോബിൻ്റെ പ്രവചനത്തിലുള്ളതാണ് യൂദാവംശത്തിലെ സിംഹം രാജകീയ മൃഗമാണ്. യൂദാവംശത്തിൽ നിന്ന് ഒരു രക്ഷകൻ വരും, അവൻ രാജാവായിരിക്കും എന്നുള്ള പ്രവചനമാണ് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ യാക്കോബിൻ്റെ പ്രവചനമായി അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് പ്രവചനങ്ങളും, യാക്കോബിൻ്റെ പ്രവചനവും യേശയ്യായുടെ പ്രവചനവും ഒരുമിച്ച് നിറവേറിയിരിക്കുന്നു. യൂദാവംശത്തിലുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ, ജെസയിൽ നിന്ന് കുറ്റിയിൽ നിന്നുള്ള മുള വിജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിജയിച്ചത്? എന്താണ് വിജയം? തുടർന്ന് വരും. വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർക്കാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അവനാണ് രക്ഷ യാഥാർത്ഥ്യമാക്കുന്നത്. ആരാണ് ഈ സിംഹം? ആരാണ് ഈ വേര്? അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. യേശുവിൻ്റെ ഒരു പ്രതീകമാണ് കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശയ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയും, കുഞ്ഞാടിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു. സഹനദാസൻ എന്നറിയപ്പെടുന്ന യേശയ്യായുടെ കീർത്തനം, യേശയ്യായുടെ പുസ്തകം 52-ാമത്തെ അധ്യായം 13 മുതൽ 53-ാമത്തെ അധ്യായം 12 വരെയുള്ള വാക്യങ്ങളിൽ സഹനദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും മനുഷ്യവർഗത്തിന് മുഴുവനും രക്ഷ നൽകുന്ന, മനുഷ്യൻ്റെ പാപം മോചിക്കുന്ന ഒരു ദാസനെക്കുറിച്ച്. ആ ദാസനെ കുഞ്ഞാടിനോടാണ് യേശയ്യ ഉപമിക്കുന്നത്. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിശബ്ദരായിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ ഉള്ള ഒരു ദാസൻ. അപ്പോൾ കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കൊല്ലപ്പെട്ട കുഞ്ഞാട് നിൽക്കുകയില്ല, കിടക്കുകയാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടവനാണ്. അപ്പോൾ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം ദഹിപ്പിക്കുകയാണ് ചെയ്യുക, അത് ബലിപീഠത്തിൽ കിടക്കുകയായിരിക്കും. പക്ഷേ ഇവിടെ കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നു. ഇത് മരണവും ഉത്ഥാനവും കൂടി ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഒരു പ്രതീകമാണ്. ബലിയായി അർപ്പിക്കപ്പെട്ടവൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഇതുകൊണ്ട് നമ്മളോട് പറയുക. കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു, ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഇത് സുവിശേഷത്തിൽ കാണുന്ന ദുർബലനായ കുഞ്ഞാടല്ല, ശക്തനായ ഒരു മുട്ടാട് തന്നെയാണിത്. 7 കൊമ്പുകളുള്ളവൻ സർവശക്തനാണ്. 7 കൊമ്പുള്ള കുഞ്ഞാട്. അവന് 7 കണ്ണുകളുമുണ്ട്. ആ 7 കണ്ണുകൾ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ, സർവശക്തിയുള്ളവൻ, അതാണ് കുഞ്ഞാട്. ആ കുഞ്ഞാട് കൊല്ലപ്പെട്ടവനാണ്. കാരണം അവൻ്റെ മരണത്തിലൂടെയാണ് അവൻ രക്ഷകനായത്. ആ കുഞ്ഞാടിൻ്റെ വിശദീകരണം, ഈ കണ്ണുകൾ എമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്തു കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഈ കുഞ്ഞാടാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ചുരുൾ വാങ്ങുന്നത്. ആ ചുരുൾ വാങ്ങാൻ അവൻ അർഹതയുണ്ട്. കാരണം തൻ്റെ മരണം വഴി അവൻ മനുഷ്യവർഗത്തിന് രക്ഷ നൽകിയവനാണ്. ചുരുൾ വാങ്ങുന്നത് തുറക്കാൻ വേണ്ടിയാണ്. 6-ാമത്തെ അധ്യായത്തിലാണ് ചുരുൾ തുറക്കുന്നതിൻ്റെ ചിത്രം അവതരിപ്പിക്കുക. ഇവിടെ ചുരുൾ വാങ്ങിക്കഴിയുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന, ഭൂമിയിലുണ്ടാകുന്ന സന്തോഷമാണ് എടുത്ത് അവതരിപ്പിക്കുക. സിംഹാസനത്തിൻ്റെ വലത്ത് കയറി ചുരുൾ വാങ്ങി അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. 4 ജീവികൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പ്രതിനിധികളാണെന്ന് നമ്മൾ കണ്ടു. സിംഹവും കാളയും മനുഷ്യനും കഴുകനും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന സൃഷ്ടപ്രപഞ്ചം മുഴുവനും യേശുവിനെ വണങ്ങുന്നു, ആരാധിക്കുന്നു. പ്രണമിക്കുന്നത് ആരാധനയുടെ അടയാളമാണ്.
ശ്രേഷ്ഠന്മാർ ദൈവജനത്തിൻ്റെ പ്രതീകങ്ങളാണ് നമ്മൾ കണ്ടു. അപ്പോൾ ദൈവജനവും സൃഷ്ടപ്രപഞ്ചവും ഒരുമിച്ച് യേശുവിനെ, രക്ഷകനായ യേശുവിനെ പ്രണമിച്ച് ആരാധിക്കുകയാണ്. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണക്കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണക്കലശങ്ങൾ കയ്യിലേന്തിയ ശ്രേഷ്ഠന്മാർ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു സൂചന കൂടി ഇവിടെ കാണാം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന മുഴുവനും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന പരിമളധൂപം പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. സങ്കീർത്തനമാണ് 141 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. പരിമളദ്രവ്യം പോലെ, ധൂമം പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരുന്നു. അപ്പോൾ അവരെന്താണ് പ്രാർത്ഥിക്കുന്നത്? ഒരു പുതിയ ഗാനമാണ് ആലപിക്കുക. പുതിയ ഗാനം ആലപിക്കുന്നതിനെക്കുറിച്ച് ധാരാളം സങ്കീർത്തനങ്ങളുണ്ട്. ഒരു ഉദാഹരണം മാത്രം എടുക്കട്ടെ. 98-ാം സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങൾ. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ, ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കട്ടെ. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ, വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. രാജാവായ കർത്താവിനെ സ്തുതിക്കുക, പുതിയ കീർത്തനം ആലപിക്കുക. പുതിയ കീർത്തനം ആലപിക്കുന്നത് പുതിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പഴയതല്ല പുതിയത്. ഓരോ ദിവസവും പുതുതായി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഓരോ ദിവസവും പുതുതായി അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി, ആ രക്ഷാകര പ്രവൃത്തിയുടെ പേരിലാണ് ശ്രേഷ്ഠന്മാരും പ്രപഞ്ച വസ്തുക്കൾ മുഴുവനും ദൈവത്തിന്, കർത്താവ് യേശു ക്രിസ്തുവിന് ഗാനം ആലപിക്കുക. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. എന്താണ് ഗാനമെന്ന് തുടർന്ന് പറയുകയാണ്. പുസ്തകച്ചുരുൾ സ്വീകരിക്കാൻ, അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്കു വാങ്ങുകയും ചെയ്തു. ഇതാണ് സ്തോത്രഗാനം. രക്ഷാകര പ്രവൃത്തിയാണ്. പിതാവിനെ സ്തുതിച്ചത് സൃഷ്ടികർമ്മത്തിൻ്റെ പേരിലായിരുന്നു. ഇവിടെ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നത് രക്ഷാകർമ്മത്തിൻ്റെ പേരിൽ. രക്ഷാകർമ്മം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ചെയ്തത്? നീ വധിക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതയിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. യേശു ക്രിസ്തു വന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തെയോ പ്രത്യേക ജാതിയെയോ അല്ല, സകല മനുഷ്യരെയും, ഈ പ്രപഞ്ചത്തെ മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നത്. അപ്പോൾ യേശുവിൻ്റെ രക്തം വിലയായി കൊടുത്തു എന്ന് പറയുമ്പോൾ സാത്താന് വില കൊടുക്കുകയല്ല, വലിയ വില കൊടുത്താണ് യേശു ഈ രക്ഷാകർമ്മം പൂർത്തിയാക്കിയതെന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇപ്രകാരം കാണും. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കുഞ്ഞാടിൻ്റേതുപോലുള്ള കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയും. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ ഇപ്രകാരം പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സേവിക്കപ്പെടാനല്ല, സേവനം നൽകാനും ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വന്തം ജീവൻ നൽകാനും അത്രേ. മോചനദ്രവ്യമായി സ്വന്തം ജീവൻ നൽകാൻ വന്നവനാണ് താൻ എന്ന് യേശു തൻ്റെ ജീവിതകാലത്ത് പറഞ്ഞു. ഇവിടെ ഇതെടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്രേഷ്ഠന്മാർ യേശുവിനെ സ്തുതിക്കുക. നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഇതാണ് പുതിയ ഗാനം. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. രാജ്യവും പുരോഹിതന്മാരും നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞതാണ്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ് തുടക്കം. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും, എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പത്രോസിൻ്റെ ലേഖനത്തിലുമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത രാജ്യം, വിശുദ്ധ ജനം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ. അപ്പോൾ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. പാപത്തിൽ നിന്ന് മോചിച്ചു ദൈവത്തിൻ്റെ ജനമാക്കി മാറ്റി, ദൈവത്തിന് പുരോഹിത ശുശ്രൂഷ അർപ്പിക്കുന്ന, ആരാധന അർപ്പിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റി. ഇതാണ് രക്ഷാകർമ്മം. അപ്പോൾ യേശുവിനെ ഇവിടെ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി ചിത്രീകരിക്കുന്നു. ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട് ശക്തനായി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവൻ ഭരണം നടത്തുന്നവനാണ്. അവൻ്റെ മരണത്തിലൂടെയാണ് സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും രക്ഷ ലഭിച്ചിരിക്കുന്നത്. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. ഇപ്പോൾ അധികാരിയായി, അധിപനായി യേശുവിനെ ഏറ്റുപറയുന്നു. ഇത് രണ്ടാമത്തെ ഇത്. ആദ്യത്തെ ആരാധന 4-ാമത്തെ അധ്യായത്തിന് അവസാനമായിരുന്നു. പിതാവായ ദൈവത്തെ സൃഷ്ടികർമ്മത്തിൻ്റെ പേരിൽ ആരാധിച്ചു. കർത്താവായ യേശുവിനെ രക്ഷാകർമ്മത്തിൻ്റെ പേരിലും. ഇനി 3-ാമത്തെ ആരാധന
പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1,000-ങ്ങളുടെ 1,000-ങ്ങളും. ഇവിടെ വലിയ ഒരു ദർശനമാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. മാലാഖമാരും സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വലിയ കോൺസെൻട്രിക് സർക്കിൾ, ഒരു ദൈവത്തിന് സിംഹാസനമായ കേന്ദ്രത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു ചിത്രീകരണമാകാണ്. ഏറ്റവും പുറത്തെ വലയത്തിൽ ദൈവദൂതന്മാർ, സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും, സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അപ്പോൾ ദൂതന്മാർ, അവരുടെ മുമ്പിൽ ശ്രേഷ്ഠന്മാർ, 4 ജീവികൾ, അവരുടെ എല്ലാം നടുവിലായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവവും യേശു ക്രിസ്തുവും. അങ്ങനെ യേശു പിതാവിനോടൊന്നിച്ച് സിംഹാസനത്തിലാകുന്നു. ആ ഒരു സിംഹാസനത്തിന് ചുറ്റും രക്ഷിക്കപ്പെട്ട സകല ജീവജാലങ്ങളും കൂടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു വലിയ സമൂഹത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സ്തുതിയാണ് ഇവിടെ വരുന്നത്. മാലാഖമാരെക്കുറിച്ച് പറയുന്നത് അവർ 1000-ങ്ങളുടെ 1000-ങ്ങൾ, 10,000-ങ്ങളുടെ 10,000-ങ്ങൾ എന്നാണ്, അസംഖ്യം എന്നാണ് അർത്ഥം. അവർ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചു. എന്താണ്? കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. ആദ്യമേ കുഞ്ഞാടിനെയാണ്. കുഞ്ഞാട് യേശു ക്രിസ്തു തൻ്റെ മരണവും ഉത്ഥാനവും വഴി രക്ഷ നൽകിയതിൻ്റെ പേരിൽ രാജാവായി, മഹത്വം സ്വീകരിക്കുന്നവനായി, ആരാധ്യനായി ചിത്രീകരിക്കപ്പെടുന്നു. അതിനുശേഷം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സർവ്വജീവജാലങ്ങളും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്താണ്? സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. കുഞ്ഞാടിനും ദൈവത്തിനും ഒരേ ആരാധനയും സ്തുതിയുമാണ് അർപ്പിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഊന്നിപ്പറയുന്ന ഒരു വാക്യം കൂടിയാണിത്. കുഞ്ഞാടിനെയും പിതാവായ ദൈവത്തെയും ഒരേ വിധത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ഒരേ ആദരവും ബഹുമാനവും കൊടുക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പരസ്യമായി ഉദ്ഘോഷിക്കുക കൂടി ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ഈ കീർത്തനത്തിന് ആമേൻ പറയുന്നു. അതിനോട് പ്രപഞ്ചം മുഴുവനും യോജിക്കുന്നു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. ഇതൊരു തുടക്കമാണ്. രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടാണ് തുടർന്നുള്ള ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ 4-5 അധ്യായങ്ങൾ കണ്ടത് ഒരു സ്വർഗീയ ദർശനമാണ്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നെടുത്ത ചിത്രങ്ങൾ ഒരുമിച്ചുകൂടി വലിയൊരു ചിത്രീകരണം ഇവിടെ മുമ്പിലുണ്ട്. ഈ ദർശനത്തിന് പിന്നിലുള്ള ബൈബിൾ പശ്ചാത്തലങ്ങൾ കുറേയെല്ലാം നമ്മൾ കണ്ടു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കാണുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ്. ആ ആരാധനയിലേക്ക് പ്രപഞ്ചത്തെ മുഴുവനും നയിക്കുന്നത് തൻ്റെ മരണവും ഉത്ഥാനവും വഴി രക്ഷ നൽകിയ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടായി അവതരിപ്പിക്കുന്നു. ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാട്, പക്ഷേ ഉയർത്തെഴുന്നേറ്റവൻ ശക്തനാണ്. സർവ്വ ആധിപത്യവും അവനുണ്ട്. അതിൻ്റെ സർവശക്തിയുടെ അടയാളമാണ് അവൻ്റെ 7 കൊമ്പുകൾ, 7 കണ്ണുകൾ അവനെല്ലാം കാണുന്നുവെന്നും. അപ്പോൾ സർവജ്ഞനും സർവശക്തനുമായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടാണ് ഈ ചിത്രീകരണം അവസാനിക്കുന്നത്. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സർവശക്തനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. കാരണം അവിടുത്തെ രക്തത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ചു. ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷ നൽകി. അങ്ങ് നൽകുന്ന രക്ഷയിൽ പങ്കുചേരാനും അങ്ങയെയും അങ്ങയുടെ പിതാവിനെയും ഒരുമിച്ച് ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയെക്കുറിച്ച്, അവകാശത്തെക്കുറിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളെ വീണ്ടെടുത്തത്, അങ്ങാണ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയത്, അങ്ങാണ് ഞങ്ങളെ ദൈവമക്കളാക്കി ദൈവരാജ്യത്തിലെ പൗരന്മാരാക്കി മാറ്റിയത്. ഈ വലിയ കൃപയ്ക്ക്, അങ്ങയുടെ ബലിയിലൂടെ അങ്ങ് നേടിയെടുത്ത ഈ വലിയ രക്ഷയ്ക്ക് കർത്താവേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെടുവാനാകട്ടെ. ആമേൻ.